ഹായ് ഓൾ, വെൽക്കം ടു ഗാർഡനിങ് ഗൈഡ്. ഞാൻ അതുല്യ രവീന്ദ്രൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ട്രെല്ലിസുകൾ എങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഉണ്ടാക്കാമെന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ പടരുന്ന ചെടികൾ നല്ല ഭംഗിയിൽ നിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് ട്രെല്ലിസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ട്രെല്ലിസാണ്. ഇതിൽ ഞാൻ നമ്മുടെ ശംഖുപുഷ്പമാണ് പടത്തിരിക്കണത്. നല്ല ബ്ലൂ കളറുള്ള ശംഖുപുഷ്പമാണ്. ഇപ്പം ഇതിൽ പൂവൊന്നും ഉണ്ടായിട്ടില്ല, വിത്തുകളൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വിത്തുകൾ കളക്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ ചെടികളൊക്കെ ഇങ്ങനെ ആക്കാൻ പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം ഞാൻ വീടിൻ്റെ അവിടെയൊക്കെ കണ്ടാണ് ഇങ്ങനത്തെ ഒരു കമ്പി ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു 3 കമ്പികൾ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ആ 3 കമ്പികൾ വെച്ചിട്ട് ഈ ഒരു ചരട് ഒരു സിഗ്സാങ് പാത്തിൽ നമ്മൾ ചാക്ക് ചരട് കെട്ടിയിട്ടാണ് ഈ ഒരു ട്രെല്ലിസ് ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ ഇത് മണ്ണിലാണ് ഉറപ്പിച്ചിരിക്കണത്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുമുക്കടെ ഈ ശംഖുപുഷ്പത്തിൻ്റെ ചെടി ഇപ്പം നല്ല രീതിയിൽ പടർന്ന് കയറിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഈ ഒരു ചെടി. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ട്രെല്ലിസ് ഇതാണ്. ഇത് ഒരുപാട് നാളായിട്ടൂടെ ഇരിക്കുന്ന ട്രെല്ലിസാണ്. ഞാൻ വേറെ ഏതൊക്കെയോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെൻ്റെ അച്ഛൻ പണിതതാണ്. പഴയ മരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് ഒരു മരം അടിയിലൊക്കെ വെച്ചിട്ട് ഇവിടെ കുഴിച്ചിട്ടൊക്കെയാണ്. പിന്നെ ഇങ്ങനെ വട്ടത്തിൽ കൊടുത്തിരിക്കുന്നത് ഒരു പഴയ കമ്പി ഇവിടെ ഉണ്ടായിരുന്നത് വളച്ചിട്ട് ഇവിടെ ആണി കടിച്ച് വെച്ചതാണ്. അപ്പം ഞാനല്ല ഉണ്ടാക്കിയത്, അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണെന്ന് വലിയ ഐഡിയ ഇല്ല. അച്ഛൻ ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ ഇതിലൊരു മാൻഡവില്ലയുടെ ചെടി പടർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പൂവൊന്നുമില്ല, മഴ പെയ്തിട്ടൊക്കെ കൊടിഞ്ഞു പോയിക്കാണ്. അപ്പോൾ പൂവൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ നിറയെ മഞ്ഞ് പൂക്കളുണ്ടാവും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇതിന് ചുറ്റുമായിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ പെയിൻ്റ് അടിച്ചിട്ട് അതിൽ കുറേ ചെറിയ ചെറിയ ചെടികൾ വെച്ചിട്ട് ചുറ്റും കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ട്രെല്ലിസ് ഇതാണ്. ഇത് വീട്ടിൽ ഒരു കബോർഡ് പണിയാനായിട്ട് വാങ്ങിയ മരത്തിൻ്റെ പീസസ് ഉണ്ടായിരുന്നതാണ്. അത് ഞാൻ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു ചാക്ക് ചരട് ഇട്ടിട്ട് ഒരു ട്രെല്ലിസ് ഉണ്ടാക്കി. അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ സ്വീറ്റ് പൊട്ടറ്റോയുടെ ചെടി നിറയെ പടർന്ന് കയറിയതായിരുന്നു. അപ്പോൾ മഴ പെയ്തിട്ട് അത് ആകെ ചീഞ്ഞു പോയി. അപ്പം അതിൻ്റെ തന്നെ ആ ചട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ആ ചീഞ്ഞു പോയ ചെടിയിൽ നിന്ന് അടിയിൽ കിഴങ്ങുണ്ടാവുമല്ലോ പൊട്ടറ്റോയുടെ, അതിൻ്റെ അടിയിൽ നിന്ന് ഇപ്പോൾ ഇളപ്പുകളൊക്കെ വന്ന് നല്ല ലഷായിട്ട് ആ ചെടി വളർന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പ് ഇങ്ങനെ നല്ല രീതിയിൽ ഇത് വളർന്ന് വന്നതായിരുന്നു. അപ്പോൾ ഇതും നമുക്ക് 0 കോസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്രെല്ലിസാണ്. അതുപോലെ തന്നെ പഴയ മരത്തിൽ ആണി ഇടിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ട്രെല്ലിസാണ് ഇതും. ഇതിൽ ഞാനൊരു ചെടി പടർത്താനായിട്ട് നട്ടിട്ടുള്ളൂ, അത് ഇതുവരെ പടർന്ന് കയറിയിട്ടില്ല. പിന്നെ ഒരു കമ്പിയുടെ ചെറിയൊരു കഷ്ണം ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നതാണ് ഇത്. അപ്പോൾ അത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആകാശമുല്ലയുടെ വിത്തുകൾ കുറച്ച് പാവിയിട്ടുണ്ട്, അപ്പോൾ അത് മുളച്ചിട്ടില്ല. എന്നിട്ട് അതിൽ ആകാശമുല്ല പടർത്താൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണതാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇതൊരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റും കൂടെ നോക്കി ഇതുപോലത്തെ കമ്പിയോ അങ്ങനെ എന്തെങ്കിലും ഷീറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ വളച്ചൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ പടർന്ന ചെടികൾ നന്നാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇത് പഴയ ജനല കൊണ്ട് ഉണ്ടാക്കിയൊരു ട്രെല്ലിസാണ്. ഒന്നുമില്ല, പഴയ ജനല ആവശ്യമില്ലാണ്ട് വന്നപ്പോൾ അതെടുത്ത് വെച്ചിട്ട് അതിൽ നല്ല പെയിൻ്റൊക്കെ അടിച്ചിട്ട് അതിലൊരു സ്വീറ്റ് പൊട്ടറ്റോയുടെ വൈൻ ഇതിമൂക്കൂടെ കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ മണി പ്ലാന്റിൽ തന്നെ ഒരു പോത്തോസ് എൻജോയ് എന്ന് പറഞ്ഞ തരം മണി പ്ലാന്റ് സൺഷെയ്ഡ് മൂക്കൂടെ കടത്തി വിട്ടിട്ടുണ്ട്. അത് താഴെ ചട്ടിയിൽ നട്ടിട്ട് ഒരു ചെറിയൊരു കയറെടുത്തിട്ട് അത് ടെറസിൻ്റെ മേലേക്ക് വിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു ചെടി ഇങ്ങനെ പടർത്തിയിട്ടുണ്ട്. ഇത് ഗാർലിക് വൈനാണ്. ഇതൊക്കെ ഞാനിപ്പോൾ ഈ പടർന്ന ചെടികളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ട് ചെടികളൊന്നും അങ്ങനെ വളർന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കയറ് ഇവിടെ നിന്ന് കിട്ടിയിട്ട് നമ്മുടെ ടെറസിൻ്റെ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെടി ഇതുപോലെ ഇങ്ങനെ പടർത്തി മുകളിലേക്ക് കൊടുക്കാനാണ് ഉദ്ദേശം. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു കവാടം പോലത്തെ ഒരു സ്ട്രക്ചർ കിട്ടുമല്ലോ ഈ ചെടി ഇങ്ങനെ പടരുമ്പോൾ. ഇതിങ്ങനെ പാമ്പൊന്നും വരില്ല എന്ന് പറയണ കേൾക്കാം ഈ ചെടി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ല വെളുത്തുള്ളിയുടെ മണമാണ് ഈ ഗാർലിക് വൈനുള്ളത്.
പിന്നെ നല്ല ഒരു വയലറ്റ് കളറുള്ള നല്ല ഭംഗിയുള്ള പൂക്കളും ഈ ചെടിയിലുണ്ടാവും. പിന്നെ ഏറ്റവും എളുപ്പത്തിൽ ട്രെല്ലിസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും വടിയോ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും മരത്തിൻ്റെ കഷ്ണങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ ചാക്കച്ചരട് കെട്ടിയിട്ട് പടരുന്ന ചെടികൾ നമുക്ക് ഇതുപോലെ പടർത്തിയെടുക്കാം. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഫിലഡോൺഡ്രോൺ ബ്രസീലും അതുപോലെ സിങ്കോണിയും ഇതുപോലെ പടർത്തിയെടുക്കാനായിട്ട് പോകുന്നുണ്ട്. പിന്നെ വേറൊരു ഐഡിയ ആണ് ട്യൂബ് ലൈറ്റ്. അപ്പോൾ പഴയ ട്യൂബ് ലൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലും നമുക്ക് ഇതുപോലെ ചാക്കച്ചരട് കെട്ടിയിട്ട് പടർത്താം. അപ്പം ഇത് എൻ്റെ ഒരു ഫിലഡോൺഡ്രോൺ പ്ലാന്റ് ആണ്. അത് ട്യൂബ് ലൈറ്റിലാണ് ഇങ്ങനെ പടർന്ന് കയറി നിൽക്കുന്നത്. പിന്നെ നമുക്ക് പഴയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗാർഡനിലൊക്കെ നിർത്തിയിട്ട് അതിലും ഇതുപോലെ തന്നെ ചെടികൾ പടർത്തി വലുതാക്കാവുന്നതാണ്. ഇത് എല്ലാവരും തന്നെ ചെയ്യണം, പ്രത്യേകിച്ച് അങ്ങനെ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചുറ്റൊന്ന് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ഒരുപാട് വസ്തുക്കൾ നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ അതെല്ലാം കളക്ട് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ട്രെല്ലിസുകളാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.